ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ KV സ്മാർട്ട് സ്റ്റഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേക്കിബാജ് മക്കി എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇനി അതിൻ്റെ എക്സസൈസ് ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. തുമേ കഹാനി മേ കോൺ സബ്സെ അച്ഛാ ലഗാ ക്യോ? നിങ്ങൾക്ക് ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെ, എന്തുകൊണ്ട്? എന്താണ് ഉത്തരം? ഹമേ കഹാനിമേ സബ്സെ അച്ചി ലോമഡി ലഗി. ഞങ്ങൾക്ക് ഈ കഥയിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ആരെയാണ്? ലോമഡി, കുറുക്കനെയാണ് ഇഷ്ടപ്പെട്ടത്. ക്യോങ്കി ഉസ്നെ ബഡി ഹി സമജ്ദാരി മേ ഘമണ്ടി മക്കി കോ മക്കടി കെ ജാൽ മേ ഫസാക്കർ മാർ ദിയ ഔർ സബ്കോ ബച്ചാ ദിയ. വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് തന്നെ ആ അഹങ്കാരിയായ ഈച്ചയെ മക്കിയുടെ, അതായത് നമ്മുടെ ചിലന്തിയുടെ വലയിൽ കുരുക്കി. അങ്ങനെ അതിനെ ഒരു പാഠം പഠിപ്പിച്ചു. ആര്? നമ്മുടെ ലോമഡി. അടുത്തത്, മക്കി മക്കടി കെ ജാൽ മേ ഫസ് ഗയി ഥി ഫിർ ക്യാ ഹുവാ ഹോഗ. അതായത് നമ്മുടെ ഈച്ച ആ ചിലന്തിയുടെ വലയിൽ കുരുങ്ങി. അതിനുശേഷം ഈച്ചയ്ക്ക് എന്ത് സംഭവിച്ചു? പിന്നീടുള്ള കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കി മക്കടി കോ പകടനെ ജബ് ഉസ്കെ ജാൽ മേ घुसी तो वहाँ फंस गई. उसने जाल से निकलने की बहुत कोशिश की, परंतु जितनी कोशिश करती उतनी ही फंसती जाती. इस तरह से उसकी घमंड चूर चूर हो गया और आखिर में वह मर गई. ഈച്ച ചിലന്തിയെ പിടിക്കാനായിട്ട് അതിൻ്റെ വലയിലേക്ക് ജമ്പ് ചെയ്തിരുന്നു. അതിനുശേഷം എന്തെടുത്തു? അവിടെ കുരുങ്ങി. എത്ര മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയോ അത്രമാത്രം അവിടെ കുരുങ്ങി അവസാനം എന്തെടുത്തു? ആ ഘമണ്ടെല്ലാം, അഹങ്കാരമെല്ലാം അവൻ്റെ അവിടെ തീർന്നു. അവസാനം അവൻ അവിടെ മരിക്കുകയാണ് ചെയ്തത്. എന്താ? അഗർ കഹാനി കാ നാം മക്കി കോ ധ്യാൻ മേ ന രഖേകർ ലോമഡി ഔർ ഷേർ കെ ധ്യാൻ മേ രഖർ ലിഖാ ജാത്താ തോ ഉസ്കെ ക്യാ ക്യാ നാം ഹോ സക്താ ഹൈ. ഇപ്പം നമുക്കെന്തുവാ? ഷേക്കിബാജ് മക്കി എന്നാണ്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ, അതായത് ഹാത്തിയെയും പിന്നെ ലോമഡിയെയൊക്കെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ലോമഡിയെയും ഷേറിനെയും ഓർത്തുകൊണ്ടാണ് കഥ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കഥയുടെ പേര് എന്തൊക്കെയാകുമായിരുന്നു? യദി ലോമഡി കോ ധ്യാൻ മേ രഖർ കഹാനി കാ നാം ദിയാ ജാത്താ തോ ചതുർ ലോമഡി, സമജ്ദാർ ലോമഡി ആദി ആത്ത. യദി ഷേർ കെ ധ്യാൻ മേ രഖർ കഹാനി കാ നാം ദിയാ ജാത്താ തോ മൂർഖ് ഷേർ ആലസി ഷേർ ഹോത്ത. എന്തോ ആലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മടിയനായിട്ടുള്ള. ലോമഡിയുടെ ആയിരുന്നെങ്കിൽ ചതുർ ലോമഡി എന്നും സമജ്ദാർ ലോമഡി, അതായത് വളരെയധികം സാമർത്ഥ്യക്കാരനായിട്ടുള്ള കുറുക്കൻ എന്നൊക്കെ പേര് ഇടുമായിരുന്നു. അടുത്ത എന്തുവാ? അബ് തും കഹാനി കെ ലിയെ ഏക് ഓർ നയാ ശീർഷക് സോച്ചോ. യഹ് ശീർഷക് കഹാനി के किसी पात्र पर नहीं होना चाहिए. कहानी की किसी घटना के बारे में शीर्षक हो सकता है. എന്തുവാ ശീർഷക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? ഹെഡിങ്. നിങ്ങളൊരു ഹെഡിങ് ഓർക്ക്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്തുവാ? കിസി പാത്ര പർ നഹി ഹോനാ ചാഹിയെ. അതായത് ഈ കഥയിലെ ഒരു കഥാപാത്രത്തിൻ്റെയും പേരിൽ ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്തുവാ? കഹാനി കാ അന്യ ശീർഷക് ഘമണ്ടി കാ സിർ നീച്ച ജൈസി കർണി വൈസി ഭർണി ഹോ സക്തെ ഹെ. എന്തുവാ ശീർഷക്? എന്തോ വരും? ഘമണ്ടി കാ സിർ നീച്ച. എന്തോ ഘമണ്ടി കാ അഹങ്കാരിയുടെ തല താഴേക്ക്, അല്ലേ എന്നൊരു പേരിടാൻ പറ്റും. അല്ലെങ്കിൽ എന്തുവാ? ജൈസി കർണി വൈസി ഭർണി. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്കത് തിരിച്ചും കിട്ടും. ഇനി എന്താ? മക്കീനെ ജബ് ഷേർ കോ ജഗായ തോ വഹ് ആഗ് ബബൂല ഹോ ഗയ. തുമേ ജബ് കോയി ഗഹരി നീന്ദ സെ ജഗാത്ത ഹെ തോ തും ക്യാ കർത്തേ ഹോ. എന്താ? ഈച്ച ചെന്ന്, അതായത് സിംഹത്തിനെ, ഉറങ്ങിക്കിടന്ന സിംഹത്തിനെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ എന്തെടുത്തു? ആഗ് ബബൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വന്നു. അതേപോലെ നിങ്ങളും വളരെയധികം ഉറക്കത്തിലാകുമ്പം നിങ്ങളെ ഉണർത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ജബ് ഹമേ കോയി ഗഹരി നീന്ദ സെ ജഗാത്താ ഹെ തോ ഹം ഗുസ്സാ നഹി കർത്തെ ബൽക്കി ഉസെ കഹത്തെ ഹെ കി ഹമേ സോനെ ദോ നീന്ദ ആ രഹി ഹെ അഭി തോടി ദേർ സെ ഉഡ്ത്തെ ഹും. എന്തോ നമ്മളെന്തോ പറയുന്നത്? വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്ന് രാവിലെ വിളിക്കുന്ന സമയത്ത് നമ്മളെന്തോ പറയുന്നത്? ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയാറില്ലേ കുട്ടികളെ? അതേപോലെ. അടുത്ത എന്താ? മക്കി ഉടാത്തെ ഉടാത്തെ ഷേർ ഊബ് ഗയ. എന്തോ ഊബ് ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്ഷീണിതനാകുക, അല്ലേ?
മക്കിയെ ഓടിച്ചോടിച്ച് അവസാനം അവനങ്ങ് ബോറടിച്ചു. ആര്? നമ്മുടെ സിംഹത്താൻ ബോറടിച്ചു. നിങ്ങളും എന്തൊക്കെ ചെയ്താണ് ഇങ്ങനെ ബോറടിക്കുന്നതെന്നാണ് ചോദിച്ചത്. എന്തുവാ? ഹം ഖാലി ബൈठെ ബൈഠെ ഊബ് ജാത്തെ. വെറുതെ ഇരുന്നിരുന്ന് ബോറടിക്കാറില്ലേ? ഉണ്ട്. കവി കവി ബഹുത് ദേർ തക് പഠിത്തേ പഠിത്തേ ഊബ് ജാത്തെ. ചില സമയത്ത് 2, 3, 4 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കും? ബോറടി തോന്നും. കൈ ബാർ ബഹുത് ദേർ തക് ഖേൽത്തെ ഖേൽത്തെ ബി ഊബ് ജാത്തെ. ചില സമയത്ത് ഭയങ്കരമായിട്ട് കളിച്ച് കുറേ കളിച്ച് കഴിയുമ്പോഴും നമ്മൾ എന്ത് കൊടുക്കും? ബോറെന്ന് തോന്നും. കവി ഹമാര ദോസ്ത് അപ്പനി ഏക് ഹി ബാത്ത് കൈ ബാർ സുനാത്ത ഹെ. ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കെന്ത് തോന്നും? ബോറിംഗ് ആയിട്ട് തോന്നും. അടുത്ത എന്താ? മാൻ ലോ തും ഷേർ ഹോ മക്കീനെ തുമാരെ സാത്ത് ജോ കുച്ച് ഭി കിയ വഹ് ലോമഡി കോ ബതാവോ. നിങ്ങൾ ഒരു സിംഹമാണ്, ഈച്ച നിങ്ങളെ എന്തൊക്കെ ചെയ്തോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോക്സിൻ്റെ അടുത്ത്, കുറുക്കൻ്റെ അടുത്ത് പറയാനാണ് പറയുന്നത്. എന്തോ പറയുന്നത്? ലോമഡി ബഹൻ ദേഖോ ഇസ് മക്കീനെ മുച്ചെ കിത്തന തങ് കിയാ ഹുവാ ഹെ. അല്ലയോ ലോമഡി, നീ ഒന്ന് കേൾക്ക്, ഈ ഒരു ഈച്ച എന്നെ എന്തുമാത്രം ശല്യപ്പെടുത്തി. ഇസ്നെ മുച്ചെ പൂരേ ദിൻ സോനെ നഹി ദിയ. ഇത് എന്നെ ദിവസം മുഴുവനും ഉറങ്ങാൻ സമ്മതിച്ചില്ല. മേരെ മനാ കർണേ പർ ഓർ ഭി തങ് കർ രഹി ഹെ. ഞാൻ ഇതിനെ എന്ത് ചെയ്തു? മേരെ മനാ കർണേ പർ, ഞാനിതിനെ തടസ്സപ്പെടുത്തിയിട്ടും, ഞാനിതിനെ വിലക്കിയിട്ടും ഇത് വീണ്ടും വീണ്ടും എന്നെ എന്തു ചെയ്തുകൊണ്ടേയിരുന്നു? ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. ജബ് മേനെ മാർനെ കി ധംകി ദി തോ വഹു ലഡനെ കെ തയ്യാർ ഹോ ഗയി. ഞാൻ ഇതിനെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെന്തെടുത്തു? എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്നു, ഞാനുമായിട്ട് കുസ്തി പിടിക്കാൻ വന്നു അല്ലേ. വഹ് കഭി മേരെ മാഥെ കഭി ഹാത്ത് കഭി നാക്ക് കഭി കാൻ പർ ബൈഠി ജാതി ഹെ. എൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം, ചിലപ്പോൾ എൻ്റെ നെറ്റിയിൽ, ചിലപ്പോൾ എൻ്റെ കാലയിൽ, ചിലപ്പോൾ എൻ്റെ കയ്യിൽ, ചിലപ്പോൾ എൻ്റെ മൂക്കയിൽ, ചിലപ്പോൾ എൻ്റെ ചെവിയിൽ, ചിലപ്പോൾ എൻ്റെ മൂക്കിൽ, എല്ലായിടത്തും വന്നിരുന്നു. ഈച്ച വന്നുകൊണ്ടേ ഇരുന്നു. അപ്പനെ പഞ്ചേ സെ ഉസെ മാർനെ കി കോശിഷ് കർത്തേ കർത്തേ മേ ഖുദ് ഹി ഘായൽ ഹോ ഗയാ. എന്തുവാ? ഞാൻ എൻ്റെ കൈ കൊണ്ട് അവനെ ഇങ്ങനെ ഓടിക്കാൻ ശ്രമിച്ച് അവിടെ എല്ലാം എനിക്ക് മുറിവ് പറ്റിക്കൊണ്ടേയിരുന്നു. മേ ഉസ്സെ ബഡാ പരേശാൻ ഹൂ മുച്ചേ ഇസ്സെ ബച്ചാവോ. ഞാൻ ഇതിനെക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഷേർ തോ ഭോജൻ കർക്കെ ആരാം കർ രഹാ താ തും ഖാനാ ഖാക്കർ ക്യാ കർത്തേ ഹോ. സിംഹം ആഹാരമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്കൂൾ സെ ആക്കർ ഖാന ഖാക്കർ ആരാം കർത്തേ ഹോ. സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം എന്ത് കൊടുക്കും? ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ കിടന്നൊന്ന് വിശ്രമിക്കും. കഭി കഭി ആരാം കർത്തേ ഹുയെ ടെലിവിഷൻ ഭി ദേഖ്തേ ഹും. ചിലപ്പോഴൊക്കെ ആഹാരം കഴിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ടിവിയുടെ മുന്നിൽ ഇരിക്കും. ഇനി എന്താ? ഷേറിനെ ഭോജൻ മേ ക്യാ ഖായാ ഹോഗ തും ക്യാ ക്യാ ഖാത്തേ ഹോ. ഷേർ, അതായത് നമ്മുടെ സിംഹത്താന് ആഹാരം എന്തൊക്കെയാണ് കഴിച്ചത്? നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? എന്തൊക്കെയാ? ഷേർ അപ്പനെ ഭോജൻ മേ മാംസ് ഖാത്താ ഹെ ഇസ്ലിയെ ഉസ്നെ കിസി ജാൻവർ കാ മാംസ് ഖായാ ഹോഗ. എന്തുവാ? സിംഹം മാംസമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ജാൻവറിൻ്റെ, ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ മാംസം കഴിച്ചു കാണും. നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ദാൽ ചാവൽ സബ്ജി. നമ്മൾ ദാൽ കഴിക്കും. ചാവൽ എന്ന് വെച്ചാൽ എന്ത്? അരി, അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കും. സബ്ജി ഉണ്ടാക്കി കഴിക്കും. ഇനി എന്താ? നീച്ചെ കഹാനി സെ ജുഡെ തസ്വീരോ ഗയി ഹെ ഉസ്മേ കുച്ച് ന കുച്ച് ബോലെ ജാ രഹാ ഹെ സോച്ചോ ഔർ ലിഖോ കോൺ ക്യാ ബോൾ രഹാ ഹെ. എന്തുവാ? സിംഹം എന്തുവാ പറയുന്ന മക്കിയോട്? മക്കി ബഹൻ തും ജീതി മേ ഹാരാ മുച്ചെ മാഫ് കറോ ഔർ മേരാ പീച്ച ചോടോ. എന്നെ വെറുതെ വിട്ടേക്ക്, നീ ജയിച്ചിട്ടുണ്ട്, ഞാൻ തോറ്റു, നീ എന്നെ വെറുതെ വിട്ടേക്ക് എന്നാണ് സിംഹത്താൻ പറയുന്നത്. ഇനി ഹാത്തിയുടെ അടുത്ത് വന്നിട്ട് മക്കി എന്താ പറയുന്നത്? ഹാത്തി രാജ ക്യാ തും മുസ്സെ ലഡോഗെ. എന്തുവാ? നീ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യുമോ എന്ന് ആരോടാ ചോദിക്കുന്നത്? ഹാത്തിയോട് ചോദിക്കുക. അടുത്ത എന്താ? ഹാത്തി രാജ ക്യാ തുംസെ ലഡോങ്കെ. അടുത്ത എന്തുവാ? ലോമഡി റാണി ചുപ് ചാപ്പ് കഹാൻ ജാ രഹി ഹോ ക്യാ ഡർ ഗേ ക്യാ. ലോമഡിയോട്, കുറുക്കനോട് എന്ത് ചോദിക്കുന്നത്? നീ മിണ്ടാതെ എവിടെ പോവുകയാണ്? എന്നെ കണ്ടിട്ട് നീ പേടിച്ചോ? അപ്പോൾ എന്തുവാ? ലോമഡി എന്ത് പറയുന്നേ? മക്കി റാണി മേ ചുപ് ഇസ്ലിയെ ഹും വഹാ മക്കടി തുമേ ഗാലി ദേ രഹി ഹെ ജാവോ ഉസ്കി ഖബർ ലോ. ഞാൻ മിണ്ടാതെ ഇതുകൊണ്ടാണ് പോകുന്നത്, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എന്തുവാ ചിലന്തി
ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്, നീ അവൻ്റെ അടുത്ത് പോയി ഒന്ന് കാര്യങ്ങൾ തിരക്കാൻ. ഇനി കോൺ ക്യാ കഹാനീസ്കെ ഹിസാബ് സെ ബതാവോ. ഇത് ഘമണ്ടി. ഘമണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമ്മൾ നേരത്തെ പഠിച്ചു, എന്തുവാ, അഹങ്കാരി. അഹങ്കാരി ആരാ ഇവിടെ? മക്കിയാണ്. ഇനി ചതുർ. ചതുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഹാത്തി. സമജ്ദാർ ആരാ? ഹാത്തി. ഹാത്തിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അതുകൊണ്ട് ഹാത്തി ഒന്നും പറയാനും എടുക്കാനും ഒന്നും പോയില്ല, അതുകൊണ്ടാണ് സമജ്ദാർ എന്നും ചതുർ എന്നും പറയുന്നത്. ഡർപോക്ക്. ഡർപോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേടി ഭയങ്കര പേടിയുള്ള ആരായിരുന്നു പേടിയുള്ള ആള്? ഷേർ. സബ്സെ ചതുർ. സബ്സെ ചതുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെക്കാട്ടിലും കൗശലക്കാരൻ അല്ലെങ്കിൽ കുസൃതിക്കാരൻ അല്ലെങ്കിൽ എല്ലാരെക്കാളും സാമർഥ്യക്കാരൻ ആരായിരുന്നു? ലോംബി, നമ്മുടെ കുറുക്കനായിരുന്നു. ആലസിയാര? ഹാത്തി. ആലസിയാര? ഹാത്തി. അടുത്ത എന്താ? ചുട്കി ബജാനേക്ക് മതലബ് ഹോത്താ ഹെ ബഹുത് ജൽദി കർ ലേന. ഇത് ചുട്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യുക. തും കോൺ കോൺ സെ കാം ചുട്കി ബജാത്തെ ഹി കർ ലേത്തെ. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മേ कंगा करना, जूते पहनना, दूध पीना, आइसक्रीम खाना आदि काम चुटकी बजाते ही पूरे कर लेता हूँ. ഇതൊരു കുട്ടി പറയുകയാണെന്നോ, കങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിരുന്നത്, ജൂത്തെ പഹന്ന എൻ്റെ ഷൂ ഇടുന്നത്, ദൂത് പീന പാല് കുടിക്കുന്നത്, ഐസ്ക്രീം ഖാന ഐസ്ക്രീം കഴിക്കുന്നത്, ഇതെല്ലാം ഞാൻ എന്താ പറയുക വളരെയധികം സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ജോലിയാണെന്ന്. ഇനി എന്തുവാ? അബ് തും അപ്പനി ഏക് ടോലി ബനാവോ, तुम में से एक लीडर बनेगा, वह बाकी बच्चों को करने के लिए काम देगा, जिसे चुटकी बजाते ही काम करना होगा. जैसे बाहर से 5 पत्तियों लाओ और उनके नाम बताओ, या शेकीबाज मक्की के पात्रों के नाम बताओ, जो सबसे जल्दी कर ले वह लीडർ बने. ഈ ക്വസ്റ്റ്യൻ കൂട്ടുകാർ സ്കൂളിൽ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ആക്ടിവിറ്റി വർക്കാണ്. അടുത്ത എന്താണ്? ഇൻ വാക്യവുമേ അപ്പനെ ഢംഗ് സെ ലിക്കർ ബതാവോ. ഇതിനെ നിങ്ങളുടെ രീതിയിൽ എഴുതിക്കൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ വാക്യത്തിന്. എന്തോ ആദ്യത്തെ ഷേർ ആഗ് ബബുല ഹോ ഉഠാ, ഇതിനെ എങ്ങനെ എഴുതും? ഷേർ ഗുസ്സെ സെ പാഗൽ ഹോ ഗയ. ഷേർ ഗുസ്സെ സെ പാഗൽ ഹോ ഗയ. ഷേറിന് അതായത് സിംഹത്തിന് ദേഷ്യം കൊണ്ട് കൊടുത്തു, അത് ഭ്രാന്തനായി തീർന്നു. ഉസ്കി സറാ ഖബർ ലോ. ഉസ്കി സറാ ഖബർ ലോ, അതിനെ എങ്ങനെ എഴുതുന്നത്? उसके बारे में पता करो या उससे जाकर ठीक से समझाओ. എന്തുവാ? അവനെ പറ്റി അന്വേഷിച്ചിട്ട് വരാനാണ് പറയുന്നത്. ഉസ് മക്കടി കെ തോ മേ ചുട്കി ബജാത്തെ ഹി ഖതം കർ ദേത്തി ഹൂം. എന്തുവാ? ഉസ് മക്കടി കോ സീക്ര ഹി മാർ ദേത്തി ഹൂം. ജംഗൽ കെ രാജാ കോ മുंह से ऐसी भाषा कही शोभा देती है. എന്തുവാ? जंगल के राजा को ऐसे नहीं करना चाहिए. जंगल के राजा को ऐसे नहीं कहना चाहिए. इनके पास तुमने अक्सर किन किन को उड़ते मंडराते देखा है. അതായത് ഈ താഴെ തന്നിരിക്കുന്ന സാധനങ്ങളുടെ അടുത്ത് ഏതൊക്കെയാണ് പറന്നു നടക്കുന്നത്? മച്ചർ, ചിപ്കലി, പതംഗെ. ഇത് ജലത്തെ ബൾബ് കെ ആസ്പാസ്, അതായത് ബൾബ് കത്തി കിടക്കുന്ന ബൾബിന്റെ അടുത്ത് ആരൊക്കെ വരുന്നത്? മച്ചർ വരും, അതായത് കൊതുക് വരും, ചിപ്കലി വരും, നമ്മുടെ പല്ലി വരും, പിന്നെ ചെറിയ പ്രാണികളുണ്ടല്ലോ, അതിനെയാണ് പതംഗെ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഖേത്തോമേ. ഖേത്തം എന്ന് വെച്ചാൽ നമ്മുടെ വയലുകളിൽ ഏതൊക്കെയാണ്? ടിൻഡിയൻ, ചെറിയ വെട്ടുകിളികളില്ലേ, അത് മച്ചർ, കൊതുക്, പിന്നെന്തോ ചിടിയൻ, ചെറിയ ചെറിയ കിളികൾ വരും. എക്കട്ടെ പാനിക്ക് ഊപ്പർ. എക്കട്ടെ പാനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി കിടക്കുന്നിടത്ത് ആരാ വരുന്നത്? മച്ചറും വരും, മക്കിയും വരും, ഈച്ചയും കൊതുകും വരും. ഫൂലൂമ്പർ, നമ്മുടെ എന്തുവാ, നമ്മുടെ പൂക്കളുടെ മുകളിൽ എന്താണ്? ബമ്പരെ അവർ തിത്തലിയ. എന്തോ ബമ്പര എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടുകളും പിന്നെ ചിത്രശലഭങ്ങളും. കച്ചറയൊക്കെ ദാനേപ്പർ, കച്ചറയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ആരാ വരുന്നത്? മച്ചറും മക്കിയും, നമ്മുടെ കൊതുകും പിന്നെ ഈച്ചയും കാണും അവിടെ. ഹൽവായിക്ക് മിഠായിയും പറ, അതായത് നമ്മുടെ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന മിഠായി ഇല്ലേ, ആ മിഠായിയുടെയൊക്കെ പുറത്ത് ആരാണ് ഇരിക്കുന്നത്? മക്കിയാം ഓർ മധുമക്കിയ. ഈച്ചയും പിന്നെ മധുമക്കിയ, തേനീച്ചയും. ക്യാ തും കിസി ഷേഖി ബാജ് കോ ജാൻതേ ഹെ. ഇതുപോലുള്ള സൂത്രക്കാരന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? मेरी एक सहेली है जो अपनी हर चीज को शेखी बताते हैं, वह अपनी हर चीज को कीमती वह विदेशी बताती रहती है, अपने हर काम को बढ़ा चढ़ाकर बताती है. എല്ലാ കാര്യങ്ങളും എന്തെടുത്തു? വളരെയധികം പൊങ്ങച്ചത്തോടു കൂടിയാണ് പറയുന്നത്, വളരെയധികം എന്തുവാ, അഹങ്കാരിയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ
സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.